പി കെ നവാസ് തുല്യനീതി ഉറപ്പാക്കാൻ നടത്തിയൊരു പരിഷ്കാരമാണ്. ആ പരിഷ്കാരം അല്പം അശാസ്ത്രീയമായി പോയി എന്നതൊഴിച്ചാൽ ഇതിൽ നിങ്ങൾക്ക് വിയോജിപ്പുള്ള മേഖലകൾ എന്താണ്? ഇപ്പോൾ നോക്കൂ, ഇപ്പോഴത്തെ കോടതി ഉത്തരവിന് ശേഷം വന്ന ആദ്യ 100 റാങ്കിൽ 79 പേരും CBSE വിദ്യാർത്ഥികളാണ്. സ്റ്റേറ്റ് സിലബസിൽ നിന്നും വെറും 21 പേരാണ്. നേരത്തെ കോടതി റദ്ദാക്കിയ പട്ടികയിലാകട്ടെ ഇത് യഥാക്രമം 55ഉം 43ഉം ആയിരുന്നു. അപ്പോൾ ഏത് തരത്തിലാണ് ഇവർക്കിടയിലെ വിടവ് വർദ്ധിച്ചതെന്ന് താങ്കൾ കണ്ടല്ലോ. തീർച്ചയായും യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരി ഫെൻസയെ പോലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്, 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളായി വലിയ മാനസിക സമ്മർദ്ദത്തിൽ പിടിപ്പെട്ടിരിക്കുന്നത്. അതൊരു സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ഇപ്പോൾ SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്നിട്ട് സർക്കാരിനെ ന്യായീകരിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം സാങ്കേതികമായ പിഴവാണ്, അത് AICTEയുടെ റെഗുലേഷൻ പ്രകാരം ഡേറ്റ് ആയതുകൊണ്ടാണ് അപ്പീലിന് പോകാൻ കഴിയാത്തതെന്നൊക്കെയാണ്. അങ്ങനെയാണോ? ഒരു പരിശോധന കോടതി പറഞ്ഞ കാര്യം എന്താണ്? വെൻ ദ ഗെയിം ഈസ് സ്റ്റാർട്ടഡ് ദെൻ ദ ഗെയിം റൂൾ ക്യാൻ ബി ചേഞ്ച് എന്ന് വെച്ചാൽ മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ മത്സരത്തിൻ്റെ നിയമം മാറ്റാൻ പാടില്ല. അത് കോടതി വ്യക്തമായി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, മാർച്ച് മാസത്തിൽ +2 എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ അവരുടെ ഏപ്രിൽ മാസം 23 മുതൽ 29 തീയതികളിൽ തന്നെ പ്രോസ്പെക്ടസ് പ്രകാരം എൻട്രൻസ് എക്സാം എഴുതണം എന്ന് നിർബന്ധിച്ച് നമ്മുടെ ഈ ഗവൺമെൻറ് ആയിരുന്നില്ലേ? അന്ന് അവർ പറഞ്ഞ് ജൂൺ 10 റിസൾട്ട് വരുമെന്നാണ്. ജൂണിൽ വന്നില്ല, ജൂലൈ 2 തീയതിയാണ് റിസൾട്ട് വരുന്നത്. ഈ ഒരു മാസം എന്തിനാണ് വൈകിപ്പിച്ചത്? അതിന് ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ് പറയണ്ടേ? ഇനി പോട്ടെ, ജൂൺ മാസം 2 തീയതി റിസൾട്ട് വരുമ്പോൾ എനിക്ക് ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല. സ്മൃതി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണക്കാരൻ്റെ ഒരു ബുദ്ധിയിൽ, ഇവരുടെ ഭയങ്കര എക്സ്പേർട്ട് കമ്മിറ്റി ഒന്നും വേണ്ട, ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിയിൽ നമ്മൾ ആലോചിക്കണ്ടേ? 1:1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചൊരു കുട്ടി, അതാണ് ഫെൻസ നേരത്തെ പറഞ്ഞ് ഞങ്ങൾ ടൈം നൽകുന്നത്, ഇതിനൊക്കെ പഠിക്കാൻ വേണ്ടി ടൈം അലോക്കേഷൻ നടത്തുന്നത്, അത് 1:1:1 ആവുമ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെ സമയം കൊടുക്കാം. അങ്ങനെ പരീക്ഷ എഴുതിയൊരു വിദ്യാർത്ഥിയുടെ പരീക്ഷാ റിസൾട്ട് വരുന്ന തലേ ദിവസം ഗവൺമെൻറ് പറയുകയാണ് ഞങ്ങൾ മന്ത്രിസഭാ യോഗം എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് 5:3:2 എന്നാക്കി. എന്ന് വെച്ചാൽ 5:3:2 എന്ന് പറഞ്ഞാൽ മാത്സിന് 5, ഫിസിക്സ് 3, അതുപോലെ തന്നെ കെമിസ്ട്രി 2 എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടി സമയം ചെലവഴിക്കേണ്ടത് ഏത് സബ്ജക്റ്റിലായിരുന്നു? മാത്സിനായിരുന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ സമയം അലോക്കേറ്റ് ചെയ്യപ്പെടേണ്ടത് ഫിസിക്സിനായിരുന്നു. ഇത് എക്സാം എഴുതി കഴിഞ്ഞ ശേഷം വാല്യുവേഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഒരു ഗവൺമെൻറ് പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതിനെക്കുറിച്ച് സാധാരണമായ ഒരു കോമൺ ലോജിക്കലി ഒരു ചിന്ത ഈ പ്രഖ്യാപിക്കുന്ന മന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സമൂഹത്തിനും ഉണ്ടാകേണ്ടതല്ലേ? അത് ഉണ്ടായില്ല. എന്നിട്ട് ഇവർ പറഞ്ഞത് ഇത് മന്ത്രിസഭാ യോഗത്തിലെ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഞങ്ങൾ ചെയ്തു വന്നാണ്. പക്ഷേ സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ കോടതിയിൽ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നല്ലോ. എക്സ്പേർട്ട് കമ്മിറ്റി പറഞ്ഞത് 50:50 എന്നത് 60:40 ആക്കാം. പക്ഷേ അതിന് വിദഗ്ധ പഠനം നടത്തിയിട്ട് മതി ഈ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലയിൽ നിന്ന് നോർമലൈസേഷൻ ഫോർമുലയിലേക്ക് മാറുന്നതിനെ കുറിച്ചൊന്നും എക്സ്പേർട്ട് കമ്മിറ്റി നേരത്തെ പറഞ്ഞ 5:3:2 അടിയന്തരമായി മാറണം എന്ന് പറഞ്ഞത് നമ്മൾ ഈ റിപ്പോർട്ടിൽ എവിടെയും കണ്ടിട്ടില്ല. ആ റിപ്പോർട്ടിനകത്ത് അങ്ങനെ ഒരു വാചകവുമില്ല. പിന്നെ എവിടുന്നാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ ഈ 5:3:2 അടിയന്തരമായി മാറ്റണം എന്നത് എവിടുന്ന് വന്നതാണ് എന്നൊരു ചോദ്യമുണ്ട്. മന്ത്രിസഭാ യോഗം അംഗീകരിച്ച ഈ പറയുന്ന എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത് എന്ന് കോടതിയിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അഫിഡവിറ്റ് ഫയൽ ചെയ്യുമ്പോൾ ആ അഫിഡവിറ്റ് ആ പറയുന്ന എക്സ്പേർട്ട് കമ്മിറ്റിയുടെ മാനദണ്ഡത്തിൽ പെടാത്തൊരു മാനദണ്ഡത്തിൽ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്. മന്ത്രിസഭാ യോഗത്തെക്കാളും നിയന്ത്രിക്കാൻ കഴിയുന്ന സൂപ്പർ പവർ അത് ആരാണ് ആ തീരുമാനം എടുത്തത്? അത് മന്ത്രി പറയണ്ടേ? ഈ വിദ്യാർത്ഥികൾ ഇത്രമേൽ ആശങ്കപ്പെടുന്ന ഈ തീരുമാനം ആരെടുത്തതാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ബാധ്യതയുണ്ട്. അത് മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ഫെൻസ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് രണ്ട് റാങ്ക് ലിസ്റ്റ് വന്നു. ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ ആദ്യ ഘട്ടത്തിൽ വന്നവർ രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിൽ പിന്നോട്ട് പോകുമ്പോണ്ടാകുന്നൊരു മാനസിക സംഘർഷം അത് ആ പ്രായത്തിലൂടെ ആ പരീക്ഷാ കാലയളവിലൂടെ കടന്നുപോയ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. ആ സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥ ഈ ഗവൺമെൻറ് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ SFIയുടെ പ്രസിഡന്റ് പറഞ്ഞു 2012 മുതൽ തുടങ്ങുന്ന ഒരു പ്രൊസീജിയറാണ്. അങ്ങനെ മാത്രമാണോ? നമ്മൾ പരിശോധിക്കണമല്ലോ. 2012 മുതൽ 2025 വരെയുള്ള നീണ്ട 10-13 വർഷത്തെ കാലയളവിലെ ഈ റിസൾട്ട് എടുത്ത് ഈ പ്രോസസ്സിന്റെ റിസൾട്ട് എടുത്ത് പരിശോധിച്ചാൽ 2021 മുതലാണ് നേരത്തെ പറഞ്ഞ CBSE സിലബസിന്റെയും കേരള സിലബസിന്റെയും ഈ അന്തരം, ഈ പറയുന്ന മാർക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത അന്തരം കൂടി വന്നത്. ഇപ്പോൾ തന്നെ 2024 പരീക്ഷ എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി കേരള സിലബസിലാണെങ്കിൽ അവൾക്ക് 27 മാർക്ക് കുറയ്ക്കുന്നു. എന്നാൽ അതേ വിദ്യാർത്ഥി CBSE സിലബസിലാണെങ്കിൽ അവർക്ക് ഏകദേശം 10-20 മാർക്ക് കൂട്ടുന്നു.
ഈ പറയുന്ന വ്യത്യാസം ഉണ്ടാകുന്നത് ഈ 2020 ശേഷം 21 കൂടിയാണ്. അപ്പോൾ 21 അങ്ങനെ നമ്മൾ എന്തൊരു സതുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന 50-50 റേഷ്യോ പ്രകാരമുള്ള വിദ്യാഭ്യാസ മേഖല ഈ മാറ്റം നമ്മൾ കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണകരമായി സംഭവിക്കാൻ കൊണ്ടുവന്നൊരു മാറ്റം അത് ആ വിദ്യാർത്ഥികൾക്ക് ദോഷകരമായി ബാധിക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ സമയത്തിന് ആലോചനകൾ ഉണ്ടാകണ്ടേ, അവിടെ തിരുത്തലുകൾ ഉണ്ടാകണ്ടേ? അതുണ്ടായില്ല എന്ന് മാത്രമല്ല 2024 വരെ കാത്തിരുന്നിട്ട് അതിനേക്കാൾ മാരകമായ അപകടമാകുന്ന മറ്റൊരു മാറ്റം കൊണ്ടാണ്, മറ്റൊരു നോർമലൈസേഷൻ പ്രോസസ്സ് കൊണ്ടാണ് അത് മാറ്റം വരുത്താൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ബുദ്ധിപരമായ ചർച്ച നടത്താതെ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചല്ലോ, ഗോരഖ്പൂർ ITIയിലെ പ്രൊഫസറുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റി, നമ്മുടെ ഫോർമർ VC ഉള്ള കുസാറ്റിന്റെ ഫോർമർ VC ഉള്ള എക്സ്പേർട്ട് കമ്മിറ്റി, അത്രയും എക്സ്പേർട്ട് കമ്മിറ്റികളുടെ ചിന്തകളെയും അവരുടെ ആലോചനകളെ പോലും അവർ പോലും 4 മെത്തേഡുകൾ എടുത്തിട്ട് അതിൽ 3 മെത്തേഡുകൾ മാറ്റി നിർത്തി ഒന്ന് മാത്രം സജസ്റ്റ് ചെയ്ത് ആ സജസ്റ്റ് ചെയ്ത മെത്തേഡ് തന്നെ കൂടുതൽ പഠനത്തിന് ശേഷമേ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഗൗരവപരമായ നിർദ്ദേശം നൽകുമ്പോൾ ആ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ആരുടെ താല്പര്യത്തിലാണ് ഈ 5:3:2 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് ഇവർ വന്നത്? ആ ചോദ്യം വളരെ ഗൗരവമാണ്, അതിന് ഉത്തരം പറയണം. പിന്നെ നമ്മൾ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി ഫെൻസയോട് ഐക്യദാർഢ്യപ്പെട്ടു പോയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? 10,000 വിദ്യാർത്ഥികളുടെ നഷ്ടം ഉണ്ടായില്ലേ? ഇവർക്ക് ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളിലേക്ക് പോകണമെങ്കിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. കുസാറ്റിൽ പോലും അവിടുത്തെ അഡ്മിഷൻ പ്രോസസ് സെക്കൻഡ് അലോട്ട്മെന്റ് പൂർത്തീകരിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അവരുടെ അലോട്ട്മെന്റ് പ്രോസസ് പൂർത്തീകരിച്ചു. ഈ 10,000-75,000 വരുന്ന വിദ്യാർത്ഥികൾ ഈ ഗവൺമെന്റിനെ വിശ്വസിച്ചവരാണ്, അവർ ഗവൺമെന്റിനാൽ വഞ്ചിക്കപ്പെട്ടവരാണ്, അവരുടെ സ്വപ്നങ്ങൾക്ക് മുകളിലാണ്. ആലോചനകളില്ലാത്ത, കൃത്യമായി പറഞ്ഞാൽ ഇവിടുത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ചില ആളുകളുടെ കുബുദ്ധിയുടെ മുന്നിൽ ഇവർക്ക് ഈ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മുട്ടുകുത്തി കൊടുക്കുകയും എക്സ്പേർട്ട് കമ്മിറ്റിയുടെ മുകളിലേക്ക് ഒരു പവർ ഹൗസായി മറ്റാരോ കടന്നു വരികയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ദുരന്തമാണ് ഇത്. നോർമലായി ഉണ്ടായി വന്നതോ സാങ്കേതികമായി സംഭവിച്ചതോ അല്ല. ആലോചനകളില്ലാത്ത, ചർച്ചകളില്ലാത്ത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 5-10 വർഷങ്ങളായി ചർച്ചകളില്ലാതെ ഏകപക്ഷീയമായി കടന്നു പോകുന്നതിന്റെ അവസാനത്തെ ദുരന്തമാണ്. കാലയളവിൽ ഈ തരത്തിലുള്ള സംബന്ധിച്ചൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് നിർദ്ദേശം നിങ്ങൾ ഇതിനിടയ്ക്ക് മുന്നോട്ട് വെച്ചു, സർക്കാരിന് മുന്നിൽ വെച്ചു? ഉണ്ട് സ്മൃതി, ഞാൻ പറയട്ടെ. എനിക്ക് 1-2 നിർദ്ദേശങ്ങൾ സ്വാഭാവികമായി നിങ്ങളുടെ ചർച്ചയിലേക്ക് വരാനുണ്ട്. അത് വിദഗ്ധ സമിതിയുടെ കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതാണ്. എൻ്റെ ഒരു ചോദ്യം, എന്തിനാണ് ഈ +2 മാർക്ക് ഇവിടെ മാനദണ്ഡമാക്കി വെക്കുന്നത്? എൻട്രൻസ് എക്സാമിൻ്റെ മാനദണ്ഡത്തിൽ തന്നെ നമുക്ക് അഡ്മിഷൻ പ്രോസസ് നടത്താലോ. ഇന്ത്യയിൽ നീറ്റിന് എക്സാം നടക്കുന്നുണ്ടല്ലോ, അതിന് കേരളത്തിലെ വിദ്യാർത്ഥികൾ മാത്രം വെച്ച് നമ്മൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. JEEയുടെ അടിസ്ഥാനത്തിൽ മലയാളി വിദ്യാർത്ഥികൾ മാത്രം വെച്ച് കേരളത്തിലെ സീറ്റുകളിലേക്ക് അങ്ങനെ ഒന്നുണ്ടാക്കിയാൽ പോരെ? JEE വേറെ എക്സാമും കീം വേറെ എക്സാമായി നടത്തേണ്ട കാര്യം എന്താണ്? എൻ്റെ സ്വാഭാവികമായ ചോദ്യമാണ്. വിദഗ്ധ സമിതി ആളുകളാണ് അതിന് ഉത്തരം പറയണം. ഞാൻ ചോദിക്കുന്നത് +2 എക്സാം കഴിഞ്ഞ് JEEക്ക് പ്രിപ്പയർ ചെയ്ത് കീമിന് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ നിരന്തരമായ പരീക്ഷകൾ എഴുതി ഈ കുട്ടികൾ വീർപ്പ് മുട്ടിക്കേണ്ട കാര്യം എന്താണ്? നീറ്റ് എക്സാം ചെയ്ത കുട്ടികളിൽ നിന്ന് നമ്മൾ കേരളത്തിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ JEE എക്സാമിൽ അങ്ങനെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാൽ എന്താണ് ഇവർ കാണുന്ന പ്രശ്നം? ഇനി +2 മാർക്ക് നമ്മൾ എന്തൊരു ഉദ്ദേശത്തിലാണോ +2 മാർക്കിന് അടിസ്ഥാനമായി കൊണ്ടുവന്നത് അത് മറികടന്നു പോകുന്നു, അത് നമുക്കൊരു ഒരു ഭാരമായി വരുന്നുവെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയിട്ട് എൻട്രൻസ് എക്സാമിന്റെ മാത്രം മാനദണ്ഡത്തിൽ ഈ അഡ്മിഷൻ പ്രോസസ് നടത്തിക്കൂടെ എന്നൊരു ചോദ്യം ഞങ്ങൾ സജഷനായി മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ അത്തരം ആലോചനകളൊക്കെ രൂപപ്പെട്ട് വരേണ്ടത്. ഇനി അതല്ലെങ്കിൽ വിദഗ്ധ സമിതി ഇപ്പോൾ മുന്നോട്ട് വെച്ച 4 ഫോർമുലകളിലെ ഒരു ഫോർമുല ഉണ്ടല്ലോ, ആ ഫോർമുല വിജയകരമായി അടുത്ത തവണ നടപ്പിലാക്കിയായിരുന്നില്ല വേണ്ടിയിരുന്നത്. അല്ലാതെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ, ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ അതിനേക്കാൾ ഭീകരമായി മറ്റൊരു പ്രശ്നത്തെ കൊണ്ടുവന്നിരിക്കുന്നു. അതിന് കളവ് പറയുന്നു, കോടതിയിൽ കളവ് പറയുന്നു, മാധ്യമങ്ങളെ മെക്കെട്ട് കയറുന്നു, എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതല്ല ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ അവധാനതകളില്ലാത്ത മാറ്റങ്ങൾക്ക് തുടർച്ചയായി നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ അവസാനത്തെ ഉദാഹരണമാണ് നീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.